കുറച്ച് നാളായിട്ട് മേടിച്ചു വെച്ചേക്കുന്ന പൂച്ചെടികളുടെ വിത്തുകൾ ഒന്ന് പാകാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിത്തുകൾ: സീനിയ, ആലിസം, കാർണിയേഷൻ, പിന്നെ ഇത് ആലിസത്തിൻ്റെ വേറൊരു കളർ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഗാർഡൻ ബെഡൊക്കെ എന്താ പറയുക, കാടുപോലെ ആയിക്കൊണ്ടേയിരിക്കുന്നു. സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെടികളൊക്കെ വളർന്നതിന് ഒരു കണക്കുമില്ല, പെട്ടെന്ന് കാടാവും. ഈ പൊട്ടറ്റോസിന്റെ ചെറിയ ചെറിയ വിത്തുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞ വർഷത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കിടന്ന് എല്ലായിടത്തും പൊട്ടറ്റോസ് കിളുത്ത് വരും. ഈ ചീരയും പൊട്ടറ്റോസും കൂടെ കിളുത്ത് വന്ന് ബാക്കി എല്ലാ പച്ചക്കറികളും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഗാർഡൻ ബെഡ് കാട് പോലെയാകും. കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചതാണേ ഈ ചെടികളുടെ വിത്തുകളൊക്കെ നേരത്തെ പാകി, വിൻ്ററിൻ്റെ സമയത്ത് പാകി വീടിനകത്ത് വെച്ച് മുളപ്പിച്ചിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി നട്ട് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണമെന്നൊക്കെ. പക്ഷെ ഒന്നിനും സമയവും ഓൾറെഡി പൂക്കാലമൊക്കെ കഴിയാറായി. സമ്മറിന് ഇപ്പോൾ അടുത്ത മാസം മുതൽ സമ്മർ സ്റ്റാർട്ട് ചെയ്യും. ആൾഡിന്ന് മേടിച്ച ഡാലിയുടെ വിത്താണേ, നല്ല റെഡ് കളറിലുള്ള ഡാലിയുടെ പൂക്കളാണ് ഈ പടത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കുഴിച്ചു വയ്ക്കുകയാണ് ഈ ഒരു പോട്ടിലായിട്ട്. അപ്പോൾ അത് കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് കിളുത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോഴത്തേക്കും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൂച്ചെടികൾ അലീസത്തിൻ്റെ വിത്തും കൂടെ പാകാം. പിന്നെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്ന ഫ്രൂട്ട് ചെടികളിരിക്കുന്ന പോട്ടിൽ, കറിവേപ്പിരിക്കുന്ന പോട്ടിലൊക്കെ ഞാൻ ഓരോന്ന് ഇതുപോലെ പൂച്ചെടികളും ചെറിയ ചെറിയ വിത്തുകളൊക്കെ പാകാറുണ്ട്. അതുപോലെ ഇപ്പോൾ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ബാക്കിയുള്ള വിത്തുകളൂടെ നട്ടുവെച്ചു. അമ്മൂസും അപ്പൂസും ഒക്കെ അതിലെ കളിച്ചുകൊണ്ട് നടപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അവളുടെ ഗണ്ണിലെ വെള്ളം തീർന്നിട്ട് ഫില്ല് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗാർഡൻ വിശേഷം. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. കാരണം ഇത് ഓൾറെഡി കുറേയൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെ കിളുത്ത് വന്നു ഇല്ല എന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. താങ്ക്